അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ചെയ്യാനുള്ള എന്തൊക്കെ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, തൈര് 1 ടീസ്പൂൺ. ഇതിന് പകരം വേണേൽ നമുക്ക് ചെറുനാരങ്ങ നീര് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായി വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പാൻ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ എല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാളയാണ്. നല്ല പഴുത്ത തക്കാളി ഒരു മീഡിയം സൈസ്, അത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായി വരുന്നത് 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 3 ഏലക്കായ, പട്ട ഒരു ചെറിയ പീസ്, ഗ്രാമ്പു 4 എണ്ണം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിന് പകരം വേണേൽ നമുക്ക് ഗരം മസാല ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കൻ എല്ലാം തന്നെ ഞാനിവിടെ തിരിച്ചിട്ടിട്ടുണ്ട്. നമുക്കിനി ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റെയിനറിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഓരോന്നായി ഈ സ്റ്റെയിനറിലോട്ട് മാറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഓയിലിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ സവാളയും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൽ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ എന്തെങ്കിലും പൊടികളോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ അരിയുമ്പോൾ നൈസായിട്ട് ഇപ്പോൾ സവാള അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ സവാള ഒരുപാട് അങ്ങ് കുക്കായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളർ മാറി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാളയും തക്കാളിയും ഒന്നും നല്ലപോലെ കുക്കായി കിട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ മുഴുവൻ ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണേൽ ഇതൊരു 1/2 ടീസ്പൂൺ വരെയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. നമുക്കിത് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പില ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ മല്ലിയില പുതിനയില ഒന്നും യൂസ് ചെയ്യുന്നില്ല, കറിവേപ്പില മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് അടച്ച് വെക്കുമ്പോൾ തന്നെ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടും. ഒരു 5 മിനിറ്റ് വരെ നമുക്കിത് അടുപ്പ് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ അടുപ്പ് എടുത്തിട്ടുണ്ട്.
അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇതിൽ തന്നെ കുറച്ചുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതൊന്നുകൂടി അടുപ്പ് വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വരണം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുപ്പെടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പെങ്ങാനും കുറവുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ കളറൊക്കെ നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.